വെർട്ടിക്കൽ റൂട്ട്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഒരു കാഴ്ച കാണുന്നത്, ആ സ്ഥലത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എവിടെ നിന്നാണ് കാണാൻ പറ്റുക? തീർച്ചയായും ഒരു സ്ഥലത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള കാഴ്ച. പക്ഷെ നമുക്ക് എപ്പോഴും മുകളിൽ പറക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ ഒരാള് മുകളിൽ പറന്ന് കാഴ്ച കാണണം. ആ കാഴ്ച നമുക്ക് കാണിച്ചു തരണം. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ് ഡ്രോണുകൾ. വെർട്ടിക്കൽ റൂട്ട്സിന്റെ യാത്രകളിലെല്ലാം നമ്മളൊരു ഡ്രോൺ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാട് കാലമായിട്ട് നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇന്നിതാ നമ്മളൊരു ഡ്രോൺ സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രോൺ രംഗത്തെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള DJIയുടെ മിനി 2 SE മോഡലാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഡ്രോണ്. അപ്പോൾ ഈ ഡ്രോണിൻ്റെ ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മളൊന്ന് ആദ്യമായിട്ടൊന്ന് പറത്തി നോക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നീട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷൻ്റെ വീഡിയോകളുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ കൂടുതൽ കിടക്കുന്നില്ല. ആദ്യം ഒന്ന് പറത്തി പഠിക്കണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വെർട്ടിക്കൽ റൂട്ട്സിൽ നമ്മുടെ സ്വന്തം ഡ്രോണ് ഒന്ന് പറത്തുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഡ്രോൺ പറത്തുന്നതും അതുപോലെ എൻ്റെ നാട് മാരിയാടിൻ്റെ ഒരു കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഡ്രോൺ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇനിയുള്ള നമ്മുടെ യാത്രകളിൽ ഇവനെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ ഡ്രോണ് പറത്തുകയാണ്. ഒന്ന് പറത്തിക്കാൻ നോക്കി. അപ്പോൾ നമ്മളിതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മളത് ടേക്ക് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ അതവിടെ വന്നു നിൽക്കും. പിന്നെ നമ്മൾ അടുത്ത കമാൻഡിലാണത് പോകുക. അങ്ങനെ നമുക്കൊന്ന് പൊന്തി നോക്കാം. അപ്പോൾ നമ്മളിവിടെ താഴെയൊക്കെ എൻ്റെ വീടാണിത്. എൻ്റെ കാഴ്ചകളാണ്. തിരിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പറത്തി നോക്കാം. ഇങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് പോട്ടെ. അവിടെ ഏകദേശം ഇപ്പോൾ 31 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു 83 മീറ്റർ ദൂരേക്ക് പോയിട്ടുണ്ട്.
കാണുന്നത് HM കോളേജാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് നമ്മളെ വീടാണ്. നമ്മളത് ഇങ്ങോട്ട് വരുത്തുകയാണ്. റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ ഇതുണ്ട്. എവിടുന്നാണോ പോയത് അവിടെ തന്നെ അത് വന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പറത്തൽ എക്സ്പീരിയൻസ്. നമ്മൾ അതിൽ റിട്ടേൺ ടു ഹോം കൊടുത്തപ്പോൾ അതിന് വരുന്ന കാണുന്നില്ല. അത് നമ്മൾ പഠിച്ചെടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് എന്നുള്ളതൊക്കെ പഠിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പറത്തിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലിടാം, ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡ്രോണിൻ്റെ വിഷ്വൽസിൻ്റെ കാഴ്ചകൾ. ഏറ്റവും നല്ല ക്വാളിറ്റി വീഡിയോകളും അതുപോലെ സ്റ്റെബിലൈസ്ഡ് വീഡിയോകളാണ് DJI ഡ്രോണിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് പറയും.
അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മളിത് പഠിച്ചു വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം നമ്മൾക്കിത് ഇങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ, അതായത് റണ്ണിങ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരിക്കലും അതുപോലെ മൂവിങ്ങും പെട്ടെന്ന് നിൽക്കുന്നൊക്കെ തോന്നുന്നുണ്ട്. അതെന്തായാലും നമ്മളിനി വരും 4 ദിവസങ്ങളിൽ അത് ക്ലിയറാക്കി പഠിച്ചിട്ട് നല്ല വീഡിയോകളിടാം. കമ്പനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് 246 ഗ്രാമാണ്. അതായത് 250 ഗ്രാമിന് മുകളിലുള്ള ഡ്രോണുകൾക്ക് നമുക്ക് ലൈസൻസ് വേണം, സിവിൽ ഏവിയേഷൻ്റെ. പക്ഷേ 250 ഗ്രാമിന് താഴെയുള്ളതിനതുകൊണ്ട് ഇതിൻ്റെ ലൈസൻസ് വേണ്ട. പക്ഷേ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മാക്സിമം 10 കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് പറക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു 3.6 കിലോമീറ്റർ വരെയൊക്കെയാണ് അതിൻ്റെ സ്ട്രോങ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് കമ്പനി തന്നെ പറയുന്നത്. 10 കിലോമീറ്ററൊക്കെ വീക്കായിരിക്കും, ട്രാൻസ്മിഷൻ കപ്പാസിറ്റി വീക്കായിരിക്കും എന്ന് പറയുന്നു. നമ്മളേതായാലും 10 കിലോമീറ്റർ ദൂരമൊന്നും പറത്താൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഇപ്പോൾ തന്നെ പറത്തിയിട്ട് ഇടയ്ക്ക് കാക്കകൾ വന്ന് ആക്രമിക്കാൻ നോക്കി. ആരുടെ നമ്മുടെ ടെറിട്ടറിയിൽ വേറെ ആൾ എന്നുള്ള വിചാരത്തിലാണ് കാക്കകൾ വന്ന് കൊത്താൻ നോക്കിയത്. അങ്ങനെ വന്നാൽ ഡാമേജ് ആവും. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചക്ക് ദൂരത്തേക്ക് ഇത് പറത്തൽ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. നമുക്കൊരു ദൂരക്കാഴ്ച, നമ്മുടെ ഡ്രോണിൻ്റെ ഒരു കാഴ്ച നമുക്ക് കിട്ടണം, അതുകൊണ്ടാണ് ദൂരേക്ക് പറത്താത്തത്. അതുപോലെ ഇതിൻ്റെ അപ്വേഡ് സ്പീഡ് 5 മൈൽ പെർ സെക്കൻഡും ഡൗൺവേഡ് 3.5 മൈൽ പെർ സെക്കൻഡുമാണ് കമ്പനി പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് 16 മൈൽ പെർ സെക്കൻഡ് സ്പീഡിൽ പോവും. 31 മിനിറ്റാണ് ഒരു ബാറ്ററിയിലെ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത്. അതായത് 2250 mAh ബാറ്ററിയാണ് അതുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കോംബോ പാക്കറ്റാണ് നമ്മൾ വാങ്ങിയിട്ട്, അതുകൊണ്ട് 3 ബാറ്ററി ഉണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നാൽ 2.7K നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിലും വീഡിയോ എടുക്കാം. അതുപോലെ ഇതിൻ്റെ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ ഏകദേശം 150 മീറ്റർ ഉയരത്തിൽ പറത്താം. 3 ആക്സിസ് മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങൾ പറയാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് വരുന്ന യാത്രകളിലൊക്കെ നമുക്ക് കൂട്ടായിട്ട് യാത്രകളിൽ കാഴ്ചകളുമായിട്ട് ഇതിൻ്റെ ഡ്രോൺ കാഴ്ചകൾ കൂടി നമ്മുടെ വീഡിയോ ഉണ്ടാവും. വീഡിയോ മാക്സിമം ആളുകൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനത് ഡ്രോൺ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വരും നാളുകളിൽ നമുക്ക് ഡ്രോൺ കാഴ്ചകളുമായിട്ട് തന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഓക്കെ, ബൈ.